പ്രവാസ ജീവിതത്തിന് ശേഷം കൃഷിയിൽ വിജയം വരിച്ച തഴവ സ്വദേശി സുരേന്ദ്രൻ. ഇത്തവണ ചീരകൃഷിയിലാണ് സുരേന്ദ്രന്റെ വിജയഗാഥ. പൊതുപ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം. 32 വർഷക്കാലം കൊണ്ട് ചീരകൃഷി മാത്രമല്ല എല്ലാ കൃഷികളും ചെയ്തു വരുന്ന ഒരു ആളാണ്. ഇടയിൽ കൂടി ഇപ്പൊ സീസൺ സമയമാണ് ചീരകൃഷിയുടെ. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇപ്പൊ വളരെ സമർത്ഥമായി കുറച്ചുകൂടെ നല്ല രീതിയിൽ കൃഷി ഇറക്കിയിരിക്കുകയാണ്. അതാണിപ്പോൾ കാണാൻ കഴിയും. ഇതിന്റെ കൂടെ തന്നെ ചീരകൃഷിയുടെ കൂടെ തന്നെ പച്ചക്കറി വിത്തുകളെല്ലാം വന്നിട്ടുണ്ട്. പച്ചക്കറി വിത്തുകൾ ഇനിയിപ്പോൾ അതെല്ലാം ഉടനെ തന്നെ അതും ചെയ്യുകയാണ്. 32 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞ തഴവ തെക്കുമുറി സൂര്യയിൽ സുരേന്ദ്രനാണ് ചീരകൃഷിയിൽ വിജയം വരിച്ചിട്ടുള്ളത്. പൂർണ്ണമായും പറമ്പിൽ ഇത്തവണ ചീരയാണ് കൃഷി ചെയ്തത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം കൃഷി ചെയ്യുന്നതും ചീരയാണ്. ചീരയ്ക്കൊപ്പം മറ്റ് കൃഷികളും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. പാവൽ, വെണ്ട, വഴുതനം തുടങ്ങിയവയും കൃഷി ചെയ്യുന്നു. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും അത് നിർത്തിയാണ് പൊതുരംഗത്തേക്കും തുടർന്ന് കൃഷിയിലേക്കും ഇദ്ദേഹം എത്തിയത്. ഞാൻ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ജീവിതമാർഗം. 2, ഇതിൽ കൂടി ജനങ്ങൾ എപ്പോഴും നല്ല ഭക്ഷണം, ഇതിനകത്ത് രാസവളങ്ങളോ മറ്റ് കീട പ്രയോഗങ്ങളോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള നല്ല ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് മറ്റുള്ളത് വിറ്റ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടും അത് നല്ല നിലയിൽ ഉൽപ്പാദിപ്പിച്ച് ഒരു കളങ്കവും കൂടാതെ അത് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതും ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നത്. ഇത് ഇവിടെ വന്ന് വാങ്ങുന്നവർ ചവറയിൽ നിന്നും കായംകുളത്തുനിന്നും കൊല്ലത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് പല വ്യാപാരികൾ ഇവിടെ എത്തി എൻ്റെ ഈ ചീരയും അതുപോലെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ അവർ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ ഒരു ജീവിതം അതുകൊണ്ട് അവർ ഏതാണ്ട് 5-6 മാസക്കാലം ഈ സീസൺ ആകുമ്പോൾ അവർ എന്നെ ആശ്രയിച്ചു, ഞാൻ അവരെ എന്തായാലും ചീരകൃഷിയിൽ മികച്ച നേട്ടമാണ് ഈ കർഷകൻ നേടിയിട്ടുള്ളത്. നമ്മള് പണ്ട് പുരാതനെ എൻ്റെ പൂർവികന്മാർ അടക്കമുള്ളവർ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചു വന്നിട്ടുള്ളവരാണ്. അപ്പൊ ഞാനും അതൊക്കെ കണ്ട് എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പന്മാരും ഒക്കെ ചെയ്ത കൃഷി തന്നെ ഞാനും അതേ മാർഗത്തിൽ കൂടി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ട് അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വളർന്നു വരുന്ന തലമുറക്കും ഒരു മാതൃകയായി തീരട്ടെ എന്നുള്ള നിലയിൽ കൂടിയാണ് ഇപ്പോഴും ഞാൻ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ.